കഴിഞ്ഞ ദിവസം നടന്ന കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ യുറോഗയോടൊപ്പം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബ്രസീൽ പരാജയപ്പെട്ടതോടുകൂടി ഫുട്ബോൾ ലോകം മുഴുവനും ഇന്ന് ബ്രസീലിയൻ ഫുട്ബോളിനെ കുറിച്ചുള്ള ചർച്ചയിലാണ്. കാരണം ഒരു കാലത്ത് ഫുട്ബോൾ ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു ബ്രസീൽ. നിലവിൽ 5 വേൾഡ് കപ്പും 9 കോപ്പ അമേരിക്കയും 4 കോൺഫെഡറേഷൻസ് കപ്പും അവരുടെ അലമാരയിൽ ഭദ്രമായി കിടപ്പുണ്ട്. അത്രക്കും ടാലന്റഡായ ഒരു ടീമുണ്ടായിരുന്നു അവർക്ക്. ബ്രസീലിന്റെ പേര് കേട്ടാൽ തന്നെ എതിരാളികൾ ഭയന്നു വിറച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നും കളിക്കാർക്ക് ഒരു ക്ഷാമവുമില്ലാത്ത ഒരു രാജ്യം തന്നെയാണ് ബ്രസീൽ. ഈ വർഷത്തെ കോപ്പ അമേരിക്ക സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു താരനിരയും അവർക്കുണ്ടായിരുന്നു. എങ്കിലും പ്രതീക്ഷക്കൊത്തുയരാൻ കാനറികൾക്കായില്ല. കോപ്പയിലെ 4 മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് മഞ്ഞപ്പടയ്ക്ക് വിജയം നേടാനായത്. റോഡ്രിഗോയും റാഫിനയും അടങ്ങുന്ന താരനിരയുണ്ടായിട്ട് പോലും കൂടുതലൊന്നും രാജ്യത്തിനു വേണ്ടി നേടിക്കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല. യുറോഗയോടൊപ്പമുള്ള മത്സരത്തിൽ വിനീഷ്യസിനും കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതും ബ്രസീലിന്റെ തോൽവിക്ക് ഒരു പ്രധാന കാരണമായി മാറി. ഈ കോപ്പയിൽ മാത്രമല്ല, കുറച്ചു കാലങ്ങളായി ഇതുതന്നെയാണ് ബ്രസീലിന് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രസീലിന്റെ ഈ പ്രകടനത്തിൽ ആരാധകർക്കും അമർഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോപ്പ അമേരിക്ക നേടാനുള്ള സാധ്യതാ ടീമുകളുടെ ലിസ്റ്റിൽ ആരും തന്നെ ബ്രസീലിന്റെ പേരും പറഞ്ഞു കേട്ടിട്ടില്ല. എങ്കിലും ഓരോ ബ്രസീൽ ആരാധകരുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഇത് ഫുട്ബോളാണ്, കളിക്കുന്നത് ബ്രസീലാണ്. ഇതിനു മുൻപും ബ്രസീൽ ഫുട്ബോളിൽ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഒരു നേരിയ പ്രതീക്ഷ ബ്രസീലിൽ ഉണ്ടായിരുന്നു. എങ്കിലും ആ പ്രതീക്ഷയ്ക്ക് കൂടുതൽ ആയുസ്സുണ്ടായിരുന്നില്ല. ബ്രസീലിന്റെ ഈ ടൂർണമെന്റിലെ മോശം പ്രകടനത്തിന്റെ ഒരു പ്രധാന കാരണം നെയ്മർ ജൂനിയറിന്റെ അഭാവം തന്നെയാണ്. അദ്ദേഹം ടീമിന് വേണ്ടി കാണിക്കുന്ന ആത്മാർത്ഥതയൊന്നും മറ്റൊരു കളിക്കാരനിലും ഇന്ന് കാണാൻ സാധിക്കുന്നില്ല. അയാളുടെ മാക്സിമം ടീമിന് നൽകാറുണ്ട്. അത് നമ്മൾ പലതവണ കണ്ടതുമാണ്. അയാൾക്ക് പകരമാകാൻ മറ്റാർക്കും സാധിക്കുന്നില്ല എന്നതാണ് സത്യം. വിമർശകർ അദ്ദേഹത്തെ എത്ര തന്നെ വിമർശിച്ചാലും ഇന്നത്തെ ബ്രസീലിന്റെ ഫുട്ബോൾ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന് മാത്രമേ ഈ ടീമിനെ കൈപ്പിടിച്ചുയർത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു സത്യം പറയാതിരിക്കാൻ കഴിയില്ല. 2022 ലോകകപ്പിന് ശേഷം 3ാമത്തെ പരിശീലകനാണ് ഡോറിവാൾ ജൂനിയർ. അദ്ദേഹത്തിന് ടീമിനോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും രാജ്യത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ റൊണാൾഡീനിയോ ടീമിന് ഒരു സൂചന നൽകിയിരുന്നു. അത് അവർ മുഖവിലക്കെടുത്തിരുന്നില്ല. ഈ കളി കൊണ്ട് ബ്രസീൽ എങ്ങും എത്തില്ല എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ യുറോഗ്യ 10 പേരായി ചുരുങ്ങിയിട്ട് പോലും അത് മുതലെടുക്കാൻ കാനറികൾക്കായില്ല. ഗോളടിക്കാൻ ആളില്ല എന്നതാണ് ബ്രസീൽ നേരിടുന്ന പ്രധാന പ്രശ്നം. മത്സരശേഷം പരിശീലകനായ ഡോറിവാൾ ജൂനിയറിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ക്ലബ്ബുകളിൽ മികച്ച പ്രകടനം നടത്തിയ താരങ്ങളെ ഉപയോഗപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ആദ്യ മത്സരത്തിൽ ഞങ്ങൾ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ രീതിയിൽ തന്നെ തുടർന്നത്. യുവതാരം എൻട്രിക്കിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇതാണ്: എൻട്രിക് അദ്ദേഹത്തിന്റെ പൊസിഷൻ അത് സ്വാഭാവികമായി നേടിയെടുത്ത ഒന്നാണ്. മികച്ച മത്സരം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. വേണ്ടത്ര അവസരങ്ങൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് ലഭിച്ചില്ല. എന്നിരുന്നാലും അദ്ദേഹം അവസാനം വരെ പോരാടി. ഇപ്രകാരമാണ് മത്സരശേഷം ബ്രസീൽ പരിശീലകൻ പറഞ്ഞത്. നെയ്മറുടെ 10ാം നമ്പർ ജേഴ്സിയിൽ നെയ്മറുടെ റോളിൽ കളിച്ച റോഡ്രിഗോക്ക് ടൂർണമെന്റിൽ ഒരു ഗോൾ പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ടീമിനെയും ആരാധകരെയും നിരാശരാക്കുന്ന ഒന്നാണ്. ടീമിന്റെ മധ്യനിരയിലും മുന്നേറ്റ നിരയിലും ആരാധകർ ഒട്ടും തൃപ്തരല്ല. എല്ലാ പോരായ്മകളും മറികടന്ന് ബ്രസീൽ തങ്ങളുടെ പഴയ പ്രതാപത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ന് ആരാധകർ. നെയ്മർ പരിക്ക് ഭേദമായി എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. എന്താകും കാനറികളുടെ ഭാവിയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. സ്പോർട്സ് അപ്ഡേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.